കഴിഞ്ഞ പ്രാവശ്യം ജയിലിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അതിലെ കഞ്ഞിപ്പാത്രം ചോറ്റും പാത്രം അതിന്റെ കൂടെ വായിക്കാൻ പുസ്തകങ്ങളും കിട്ടും ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പലരും ചോദിച്ചത് എന്താ ജയിൽ തന്നെയല്ലേ അതോ സ്കൂളോ കോളേജോ അങ്ങനെ വല്ലതാണോ? ഇങ്ങനത്തെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ നാട്ടിലൊക്കെ ജയിലിനെ കുറിച്ച് പലരും പല വിധത്തിലായിട്ട് ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വായിക്കാനുള്ള കഥാപുസ്തകം ഒന്നുമല്ല കേട്ടോ, മറിച്ച് ജയിലിലെ അന്തിവാസികളായ ആളുകൾ നിർമ്മിച്ചെടുത്തൊരു മാഗസിൻ മാത്രമാണ്. അത് മാത്രമല്ല ഇവിടെ ഈ കാണുന്ന പോലെ തന്നെ പലതരത്തിലുള്ള കരകൗശല സാധനങ്ങളും പെയിന്റിങ്ങും ആർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജയിലിലെ അന്തിവാസികളായ ആളുകൾ നിർമ്മിച്ചെടുത്താട്ടോ. അങ്ങനെ ഞാൻ പെയിന്റിംഗ് ഒക്കെ നോക്കുമ്പോഴാണ് ഈ സാറ് പറഞ്ഞത് ഈ പെയിന്റിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നേരെ നിന്ന് നോക്കുമ്പോൾ ഇത് സാധാ പെയിന്റിംഗ്, സൈഡ് വന്ന് നോക്കുമ്പോൾ ഒരു 3D ആർട്ടുമാണ് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഇതൊക്കെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ വരച്ചെടുത്തൊന്നുമല്ല കേട്ടോ. ജയിൽ എന്ന് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയുള്ള പെയിന്റിങ്ങുകളാട്ടോ ഈ കണ്ടൊക്കെ. ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കഴിവുള്ള ആളുകൾ ചെയ്ത കലാവിരുദ്ധകളാണെന്ന്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണു, നിയമത്തിന്റെ മുന്നിൽ അവർ വെറും കുറ്റവാളികൾ തന്നെ. അപ്പോൾ നിങ്ങൾക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തി ജീവിതത്തിൽ രക്ഷപ്പെടാൻ നോക്കട്ടോ. അപ്പോൾ ഈ